ഹലോ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെ.സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നമ്മൾ പറയുക. അതിന് മുൻപ് ഒരു ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. മക്കളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ജൂലൈ 26 സൈലം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സാമിന്റെ പേരാണ് എക്സ്മോസ്റ്റ് എന്ന് പറയുന്ന എക്സാം. എന്താണ് ഈ എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈലം മാത്സ് ഒളിമ്പ്യാഡ് സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് ആക്ച്വലി ഈ ഒരു എക്സാം. അതായത് ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷനകത്ത് മെയിനായിട്ടും ചോദിക്കുന്നത് 8ാം ക്ലാസ്സിലെ മക്കളാണെങ്കിൽ 7ാം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് 7ാം ക്ലാസ്സിലെ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് മക്കളെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. 5 ലക്ഷമൊക്കെ ഇതിന്റെ ക്യാഷ് പ്രൈസ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം വരുന്ന ഒരു 50 സ്റ്റുഡൻസിന് സൈലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീമിയം ബാച്ചുകളുണ്ട്. അതിലൊന്നാണ് സൈലം രാമാനുജ ഒളിമ്പ്യാഡ് ബാച്ച്, സൈലം പ്രീമിയം എൻട്രൻസ് ഫൗണ്ടേഷൻ ബാച്ച്. അതായത് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, ഭാവിയിൽ വലിയ വലിയ മേഖലയിലേക്കൊക്കെ എത്തണമെന്നൊക്കെ വലിയ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ അവരെ അത്രയും ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൈലത്തിന്റെ പ്രീമിയം ബാച്ചുകളാണ്. ഈ ബാച്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എന്താണ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കുകയാണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. വേഗം തന്നെ ഈ QR കോഡിൽ വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ഓഫ്ലൈൻ ആണ് എക്സാം ഉണ്ടാവുക. എക്സാം ഞാൻ പറഞ്ഞല്ലോ, ജൂലൈ 26 ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് ഈ എക്സാമിന്റെ സമയം എന്ന് പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ സെന്ററുകൾ എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ തന്നെ എന്തുണ്ടാവും, സെന്റർ ഉണ്ടാവും. കേരളത്തിലെ എല്ലാ ജില്ലകൾക്കകത്തും എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. സോ മക്കൾ എല്ലാ ആൾക്കാരും ഉടനെ തന്നെ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ എന്തായാലും ഇനിയും ഇതേപോലെ തന്നെ ബാക്കിയുണ്ട്. ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, ഇരുന്ന് പഠിക്കുക, അടിപൊളിയാക്കണം, മനോഹരമാക്കണം. സോ എല്ലാ ആൾക്കാരും എക്സ്മോസ്റ്റ് നേടണം കേട്ടോ. നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും ക്രാക്ക് ചെയ്യണേ. സോ ഇത് ഫസ്റ്റ് പറയാണ്. ഇനി മക്കളെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററുള്ള ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മക്കളെ, അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇത്. ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ വരും. അതായത് നിങ്ങൾ നോക്കൂ, ഈ ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട്, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തിന് എതിരായിട്ട് നമ്മൾ ഒരുപാട് പത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം മക്കളെ, വാട്ട് വാസ് ദ ഇമ്പോർട്ടന്റ് റോൾ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ പത്രങ്ങളുടെ പ്രധാന പങ്ക് എന്തായിരുന്നു എന്ന് എന്ത് ചെയ്യാം, ചോദ്യം വരാം. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് ദി ന്യൂസ് പേപ്പർ ആട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളം, മെയിനായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് റോൾ ഓഫ് ദി ന്യൂസ് പേപ്പർ കേട്ടോ. പത്രങ്ങളുടെ പങ്കിനെ കുറിച്ച് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. സ്വാതന്ത്ര്യ സമരങ്ങളിൽ പത്രങ്ങളുടെ പങ്ക് എന്താണ്, റോൾ ഓഫ് ദി ന്യൂസ് പേപ്പർ എന്ത് ചെയ്യാം, ചോദിക്കാം. സോ മക്കളെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ആൻസർ വരുന്നത് അല്ലേ. പത്രങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പത്രങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തരിക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ന്യൂസ് പേപ്പേഴ്സ് ഏബിൾ ടു റെസ്പോണ്ട് ആൻഡ് ക്രിട്ടിസൈസ് ദ ബ്രിട്ടീഷ് പോളിസി. മക്കളെ, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കുകയും അവയ്ക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തത് ആരാണ്, പത്രങ്ങളാണ് ഈ പറയുന്ന അന്ന് ക്രിട്ടിസൈസ് ചെയ്തത്, അതിനെ വിമർശിച്ചത് പത്രങ്ങളാണ്. അതേപോലെ തന്നെ മക്കളെ, ചൂഷണങ്ങൾക്കെതിരെയായിട്ടുള്ള ഒരു മനോഭാവം എന്ത് ചെയ്തു, ആളുകളിൽ വളർത്തി അല്ലേ. അത് രണ്ടാമത് ക്രിയേറ്റ് എ ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ്. എന്ത് ചെയ്തു, ക്രിയേറ്റ് എ ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് അല്ലേ. അതായത് പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം എന്ത് ചെയ്യാണ്, ആൾക്കാരുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുകയാണ്. ഇനി തേർഡ് വൺ നോക്കൂ, ഹെൽപ്സ് ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ഐഡിയാസ് ആൻഡ് നാഷണലിസം. ആധുനിക ആശയങ്ങളും ദേശീയതയും എന്ത് ചെയ്തു, വളർത്താൻ വേണ്ടി സഹായിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കൂ, അന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും ആശയങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, മെയിനായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ലഭിച്ചിരുന്നത് പത്രങ്ങളിലൂടെയാണ്. ഇന്നത്തേതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നില്ല. അപ്പോൾ അന്ന് ആളുകൾക്ക് ആകെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നത് ഇത്തരത്തിലേക്കുള്ള പത്രങ്ങളിലൂടെയാണ്. അപ്പോൾ പത്രങ്ങളിലൂടെയാണ് ആളുകൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷേഴ്സിനെതിരെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചത് പത്രങ്ങളിലൂടെയാണ്. അതായത് അന്നത്തെ കാലത്ത് ഓരോ പ്രധാനപ്പെട്ട നാഷണൽ ലീഡേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ പത്രങ്ങളുണ്ട്. ഈവൻ ഗാന്ധിജി ഉണ്ടല്ലോ, ഗാന്ധിജിക്ക് വരെ 2 പത്രങ്ങൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ലീഡേഴ്സിനും പത്രങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ ജനങ്ങളോട് പറയുന്നു. അതേപോലെ തന്നെ എന്താണ്, അന്ന് ഒരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ്, ഇത് വായിക്കുന്ന ജനങ്ങൾക്കുള്ളിൽ എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു മനോഭാവം എന്ത് ചെയ്യാണ്, വളർന്നു വരികയാണ്. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോളൂ, മോഡേൺ ഐഡിയാസ്, നാഷണലിസം, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. ഈ പറയുന്ന പുതിയ ആശയങ്ങളും ദേശീയതയും ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തുന്നു. ഇതൊക്കെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട റോളാണെന്ന് മനസ്സിലാക്കി കേട്ടോ. ഇതാണ് പത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി അടുത്ത മക്കൾ ശ്രദ്ധിച്ചോളൂ, ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്കൊരു എസ്സേ, ഞാൻ പറയുന്ന ഒരു എസ്സേ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, അതായത് നിങ്ങൾ ഓർത്തു വെച്ചോ, ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്
അത് സോഷ്യൽ റിഫോം മൂവ്മെന്റ് എന്നായിരിക്കും, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൽ നിന്നായിരിക്കും. കുറേ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് 2-3 ആൾക്കാരെ കുറിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ടിട്ടുള്ള രാജാറാം മോഹൻ റോയും, രണ്ടാമത്തത് പ്രധാനമായും പണ്ഡിത രമാഭായിയുമാണ്. ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. ഇവർ രണ്ടാൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ് എന്താണ്? മക്കൾ നോക്കിയോ, ഏറ്റവും പ്രധാനമായിട്ട് ചോദ്യം എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഈ രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ നോക്കൂ, ഡിസ്ക്രൈബ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് രാജാറാം മോഹൻ റോയ് ആൻഡ് ദ പണ്ഡിത രമാബായി ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റോയുടെയും അതുപോലെ പണ്ഡിത രമാബായിയുടെയും സംഭാവനകൾ വിരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചോദ്യം വരും കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് രാജാറാം മോഹൻ റോയും, രണ്ടാമത്തത് പണ്ഡിത രമാബായും. അപ്പോൾ ആദ്യത്തത് രാജാറാം മോഹൻ റോയ്, രണ്ടാമത്തത് പണ്ഡിത രമാബായി കേട്ടോ. ഇവരുടെ സംഭാവനകൾ വിലയിരുത്താൻ എന്ത് ചെയ്യും, ചോദിക്കും എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ വരിക. ആദ്യം തന്നെ നമുക്ക് രാജാറാം മോഹൻ റോയിലെ നോക്കാം. എന്താണ് രാജാറാം മോഹൻ? രാജാറാം മോഹൻറോയുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോളം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് രാജാറാം മോഹൻ റോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് രാജാറാം മോഹൻ റോയ് പഠിക്കുന്ന സമയത്ത് നോക്കാം, ചില കോൺട്രിബ്യൂഷൻസ് ഒക്കെ രാജാറാം മോഹൻ ഇന്നലെ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്, ചിലതൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ചിലതിനൊക്കെ രാജാറാം മോഹൻ റോയ് ഇത് സ്ഥാപിച്ചു, ചിലതൊക്കെ രാജാറാം മോഹൻ ചെയ്തിട്ട് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് രാജാറാം മോഹൻ റോയ് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതായത് ഈ പറഞ്ഞ രാജാറാം മോഹൻ റോയ് എന്താണ് നിർമ്മിച്ചിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തൊക്കെയാണ്, അതാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രാജാറാം മോഹൻ റോയ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. എസ്റ്റാബ്ലിഷ് ചെയ്ത 2-3 സാധനങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് തരാം. ഒന്നാമത്തത്, രാജാറാം മോഹൻ റോയ് ഇതേപോലെ തന്നെ സ്കൂളുകൾ, അന്നത്തെ കാലത്ത് സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്നത്, ഒരുപാട് എഡ്യൂക്കേഷൻ വേണ്ടി ഒരുപാട് സ്കൂളുകൾ. അതേപോലെ തന്നെ രണ്ടാമത്, രാജാറാം മോഹൻ റോയ്ക്ക് ഒരു സ്വന്തമായിട്ട് അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ബ്രഹ്മ സമാജ്. ഓർത്ത് വെച്ചോളെ, ബ്രഹ്മ സമാജ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി റൈറ്റ്, ആർക്ക്? ഈ പറയുന്ന വിമണ് പ്രോപ്പർട്ടി റൈറ്റ് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ കൊടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പ്രോപ്പർട്ടി റൈറ്റ്സ് ഫോർ വിമൺ. ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കുക. അദ്ദേഹം ഒരു ബ്രഹ്മസമാജം, സ്വന്തമായിട്ട് ഒരു സംഘടന ഉണ്ടാക്കി, അതിന്റെ പേരാണ് ബ്രഹ്മസമാജം. അന്ന് ഒരുപാട് സ്കൂളുകൾ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. റെഡി. ഇനി ഇപ്പുറത്ത് വരികയാണെങ്കിൽ അദ്ദേഹം ഇതുപോലെ തന്നെ എതിർത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഇദ്ദേഹം എഗെയിൻസ്റ്റ് ആയിരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എന്തിനൊക്കെയായിരുന്നു അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിരുന്നത്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ദേ പിടിച്ചോളൂ. അപ്പൊ നമുക്ക് നോക്കാം മക്കളെ, അദ്ദേഹം എന്തിനൊക്കെയാണ് എഗെയിൻസ്റ്റ് ആയിരുന്നത്. എന്തിനൊക്കെ അദ്ദേഹം എതിർത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കിയോളൂ. ഫസ്റ്റ് വൺ, എതിർത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, അദ്ദേഹം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സതി എന്ന് പറയുന്ന ദുരാചാരത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. സതിയെ എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളെ, അന്നത്തെ കാലത്ത് ഇതുപോലെ തന്നെ ഈ പോളിഗമി, അത് അന്നത്തെ കുറെ സോഷ്യൽ ഈവിൾസ് ഉണ്ട്. ആ സോഷ്യൽ ഈവിൾസ് ആയിട്ടുള്ള ചൈൽഡ് മാരേജ്, അല്ലെ, ഈ ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ പോളിഗമി, ഇതിനൊക്കെ എതിർത്തു. ചൈൽഡ് മാരേജിനെയും പോളിഗമി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം, ഇതിനൊക്കെ അദ്ദേഹം എതിർത്തു. ഇനി അതേ കൂടാതെ മക്കൾ ശ്രദ്ധിക്കുക, അന്നത്തെ ഈ പറഞ്ഞ ഐഡൽട്ടറി, അല്ലെ, ഈ പറയുന്ന ബഹുദൈവ ആരാധന, അതുപോലെ തന്നെ പോളിത്തിസം, അല്ലെ, ഈ അന്നത്തെ ഈ പറയുന്ന വിഗ്രഹാരാധന, അതുപോലെ തന്നെ ബഹുദൈവ ആരാധന, ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട്. മക്കളെ ഇത്രയും പോയിന്റ്സുകൾ ആകെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് രാജാറാം മോഹൻ റോയ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അദ്ദേഹം നിർമ്മിച്ച കുറേ സാധനങ്ങൾ, അദ്ദേഹം സ്ഥാപിച്ച കുറച്ച് സാധനങ്ങൾ. ഇപ്പുറത്തെ ഭാഗത്ത് അദ്ദേഹം എതിർത്ത കുറച്ച് സംഭവങ്ങൾ. ഇത്രയാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹം ഇതുപോലെ തന്നെ ഉള്ളത്. കോൺട്രിബ്യൂഷൻസ് നോക്കിയോ. ഒന്നാമത്, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി. എന്ത് ചെയ്തു, സതി നിരോധിച്ചു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, അദ്ദേഹം എന്തിനെതിരായിരുന്നു, സതിക്കെതിരായിരുന്നു. ഇനി രണ്ടാമത് നോക്കൂ മക്കളെ, സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ്, അല്ലെ, രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ആണ്. ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു. ഇവിടെ കണ്ടോ, രണ്ടാമത് ഒരുപാട് സ്കൂളുകൾ എന്ത് ചെയ്തു, സ്ഥാപിച്ചു. ഇനി അടുത്ത് നോക്കൂ മക്കളെ, സ്റ്റാർട്ടഡ് മൂവ്മെന്റ് ഓഫ് കോൾഡ് ബ്രഹ്മ സമാജ്. അദ്ദേഹം എന്ത് ചെയ്തു, ബ്രഹ്മ സമാജം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ബ്രഹ്മ സമാജം സ്റ്റാർട്ട് ചെയ്തു, അല്ലെ. രണ്ടാമത്തെ നമ്മളോട് പറഞ്ഞു, ബ്രഹ്മ സമാജം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മൂന്നാമത്തത് നിങ്ങൾ നോക്കൂ മക്കളെ, ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഈവിൾസ് ലൈക്ക് ചൈൽഡ് മാരേജ് ആൻഡ് പൊളിഗമി. ചൈൽഡ് മാരേജ്, പൊളിഗമി എന്നിവയ്ക്കെതിരെ പോരാടി. ഈ പറയുന്ന ശൈശവ വിവാഹത്തിനെതിരെ, അതുപോലെ തന്നെ ബഹുഭാര്യത്തിനെതിരെ എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്തു. അതാണ് എഗെയിൻസ്റ്റിൽ പറഞ്ഞത്. റെഡി. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ട് നോക്കൂ, ഹി ആർഗ്യൂഡ് വിമൻ ഹാവ് ഇൻ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്, അല്ലെ. ഈ പറയുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ തന്നെ പ്രോപ്പർട്ടി റൈറ്റ് വേണമെന്ന് വാദിച്ചിട്ടുണ്ട്, അല്ലെ. പ്രോപ്പർട്ടി റൈറ്റ് ഫോർ വിമൻ, അത് എന്ത് ചെയ്തു, വേണമെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ്, ഈ സ്റ്റുഡ് അഗെയിൻസ്റ്റ് ഐഡൽട്രി ആൻഡ് പോളിത്തിസം, അതാണ് ആറാമത്തത്. അദ്ദേഹം ഈ പറയുന്ന അന്നത്തെ വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവാരാധനയ്ക്കും എതിരായിരുന്നു. ഇത്രയും പോയിന്റുകളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയോ, ദേ പിടിച്ചോളൂ. ഒന്ന്, സതി നിർത്തലാക്കുന്നു. റെഡി. അത് നിർത്തലാക്കിയത് എന്തൊക്കെയാണ്, അദ്ദേഹം ഇതുപോലെ തന്നെ
നിർത്തലാക്കിയത്. ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ എതിർത്തത് നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ എഴുതണം. ഓർത്തു വെച്ചോ, ഇത് എതിർത്തത് എന്തൊക്കെയാണ്, അദ്ദേഹം എതിർത്തത് എന്തൊക്കെയാണ് അദ്ദേഹം സ്ഥാപിച്ചത്. നമുക്ക് 2 സെക്ഷനായിട്ട് തന്നെ എന്ത് ചെയ്യാം, തിരിച്ചാം. നോക്കിക്കോളൂ, എന്തൊക്കെയാണ് അദ്ദേഹം ഇതുപോലെ തന്നെ എതിർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എതിർത്തത് ഒന്ന് സതി എന്ത് ചെയ്തു, എതിർത്തുന്നു. അതേപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. അദ്ദേഹം സ്ഥാപിച്ചത് എന്താ മക്കളെ, സ്ഥാപിച്ചത് എന്താണ്, ഇതുപോലെ തന്നെ സ്കൂളുകൾ. അദ്ദേഹം സ്ഥാപിച്ചത് സ്കൂളുകൾ എന്ത് ചെയ്തു, സ്ഥാപിക്കുന്നു. സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. പിന്നെ അടുത്ത് നോക്കൂ മക്കളെ, ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നു. കണ്ടതാ ബ്രഹ്മസമാജം. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ഇവിടെ അടുത്ത് നമുക്ക് വേണം ഈ പറഞ്ഞ ബ്രഹ്മസമാജം എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. ബ്രഹ്മസമാജം എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നിവയ്ക്കെതിരെ പോരാടുന്നു. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ഈ പറയുന്ന ശൈശവ വിവാഹം അതിനെതിരെയാണ് പോരാടുന്നത്, ശൈശവ വിവാഹത്തിനെതിരെ പോരാടുന്നു. അതേപോലെ തന്നെ മക്കളെ ബഹുഭാര്യത്വത്തിന് അല്ലേ, ബഹുഭാര്യത്വത്തിന് എതിരെ പോരാടുന്നു അല്ലേ. റെഡി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവിടെ ഇതുപോലെ തന്നെ അദ്ദേഹം വിഗ്രഹാരാധനയ്ക്കും എതിരുന്നുണ്ട്, വിഗ്രഹാരാധനയ്ക്കും എതിരാകുന്നുണ്ട്. വിഗ്രഹാരാധന, ബഹുദൈവ ആരാധനയ്ക്കും എതിരാവുന്നുണ്ട്. റെഡി. ദേ പിടിച്ചോളൂ. വിഗ്രഹാരാധന, ബഹുദൈവ ആരാധന. 6. അഞ്ചാമത്തത് സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണമെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. എന്താണ്, ഇതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വത്തവകാശം, ഈ പറയുന്ന സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ട് അല്ലേ, സ്വത്തവകാശം. അപ്പൊ മക്കൾ ഓർത്ത് വെച്ചോ, ഇങ്ങനെ 2 സെക്ഷൻസ് ആക്കി പഠിക്കാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിന്റ്സുകളാക്കി എന്ത് ചെയ്യാം, പഠിക്കാം. ഇത് നിങ്ങൾ ബൈഹാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ രാജാ റാംമോഹൻ റോയിന്റെ ആകെ ഇത്ര പോയിന്റ്സ് കേട്ടോ, അദ്ദേഹം സ്ഥാപിച്ചതും അദ്ദേഹം എതിർത്തതും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചോളൂ. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തതും അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യം പോയിന്റുകൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പണ്ഡിത രമാബായിയുടെയാണ്. പണ്ഡിത രമാബായിയുടെ കോൺട്രിബ്യൂഷൻസ് എന്ത് ചെയ്യണം, പറയണം. പണ്ഡിത രമാബായിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പണ്ഡിത രമാബായി കർണാടകക്കാരിയാണ് എന്നറിയാം അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ്. പണ്ഡിത രമാബായി എവിടെയാണ്, അവരുടെ സ്വദേശം കർണാടകയാണ് അല്ലെ, കർണാടക സ്വദേശിയാണ്. അവർക്ക് കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് പണ്ഡിത എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേര്, അതൊരു ടൈറ്റിലാണ് അല്ലേ. ആ ടൈറ്റിൽ കൊടുക്കുന്ന ആരാണ്, ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ്. ദ ടൈറ്റിൽ ഓഫ് പണ്ഡിത ബൈ ദി കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ തന്നെ പണ്ഡിത എന്ന് പറയുന്ന സ്ഥാനപ്പേര് കൊടുക്കുന്നത്. നോക്ക്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് അല്ലേ, അവർ എന്തിനെതിരായിരുന്നു, ശൈശവ വിവാഹത്തിന് അവർ എതിരായിരുന്നു. അതേപോലെ തന്നെ നോക്കൂ മക്കളെ, അവരെന്തിനു വേണ്ടിയിട്ടാണ്, സെവറൽ സ്കൂൾസ് ഫോർ വിഡോസ് ആൻഡ് ഗേൾസ് അല്ലേ, വിധവകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ഒരുപാട് സ്കൂളുകൾ എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. ആര്യ മഹിളാ സമാജ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആര്യ മഹിളാ സമാജ്, ശാരദ സദൻ ഫോർ വിഡോസ്, റീഹാബിറ്റേഷൻ ഫോർ വിഡോസ്. ഓർത്തു വെച്ചോളൂ, അന്നത്തെ കാലത്ത് വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അവർ ഇതേപോലെ തന്നെ ശാരദ സദനം എന്ത് ചെയ്യുന്നു, അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മുക്തി മിഷൻ, അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, മുക്തി മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് ഷീ പാർട്ടിസിപ്പേറ്റഡ് ബോംബെ കോൺഫറൻസ് ഓഫ് INC അല്ലേ, INCയുടെ ബോംബെ സമ്മേളനത്തിനകത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് പണ്ഡിത രമാബായിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന പോയിന്റ്സുകളൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പണ്ഡിത രമാബായിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു 1 2 3 4 ഒരു 5ഓളം പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5ഓളം പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ ജസ്റ്റ് പഠിച്ചാൽ മതി. അത്രയേ ഉള്ളൂ ഈ ഭാഗത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ച മക്കളെ, ഓർത്ത് വെച്ചോളൂ, പണ്ഡിത രമാബായിയും രാജാറാം മോഹൻ റോയും ഒരു എസ്സേ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ഡിത രമാബായി അതേപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള രാജാറാം മോഹൻ റോയ്. അപ്പോൾ പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ റിഫോമേഴ്സിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, റെഡി. ഇനി അത് കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ ഇനി പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്വദേശി മൂവ്മെന്റ്. നിങ്ങളുടെ ചോദ്യം ഇങ്ങനെ വരും മക്കളെ, ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി സ്വദേശി മൂവ്മെന്റ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്താണ്, അതിനെക്കുറിച്ച് വിവരിക്കാൻ എന്ത് ചെയ്യും, ചോദ്യം വരും. അപ്പോൾ ഓർത്തു വെച്ചോളൂ, ഏത് വരും, സ്വദേശി പ്രസ്ഥാനം. ഓർത്തു വെച്ചോളണം, ഇപ്പൊ തന്നെ ഓർത്തു വെച്ചോളണം, സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്താണ്. അപ്പൊ നമുക്കറിയാം, ബംഗാൾ പാർട്ടീഷന് ശേഷം അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആക്ച്വലി എന്ത്, സ്വദേശി മൂവ്മെന്റ് എന്നുള്ളത് അറിയാം. സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ്, സ്വദേശി പേര് തന്നെ ഉണ്ട് അല്ലേ, സ്വന്തം ദേശത്തുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് ഈ പറയുന്ന ബ്രിട്ടീഷ് പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യാണ്, അത് ഒഴിവാക്കുക, പകരം ഇന്ത്യക്കാർ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കിയോളൂ, സ്വദേശി മൂവ്മെന്റ് എന്താണ്, നമ്മുടെ മെയിൻ മോഡ് ഓഫ് സ്ട്രഗിൾ, ഈ ഒരു സമരത്തിന്റെ പ്രധാനപ്പെട്ട സമര രീതി എന്താണ്, പ്രധാനപ്പെട്ട സമര രീതി എന്തായിരുന്നു, അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. നോക്കിയോളൂ, അവിടെ പറയുന്നുണ്ട്, യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് ദ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ഓർ ബ്രിട്ടീഷ് ഗുഡ്സ്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് അല്ലേ. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക,
ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട സമര രീതി കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഈ പറഞ്ഞ ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമാണ് ഈ ഒരു സമരത്തിന്റെ പ്രധാന രീതി അല്ലേ. അപ്പൊ ഇതിനകത്ത് മുഴങ്ങിക്കേട്ടിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ലോഗൻ എന്ന് പറഞ്ഞാൽ സാശ്രയത്വം അല്ലെ. സാശ്രയം എന്നാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥം അല്ലെ. ഈ ഒരു സ്വദേശിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെൽഫ് റിലയൻസ് എന്നുള്ളതാണ് മനസ്സിലാക്കട്ടെ. പിന്നെ ആ കാലഘട്ടത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ടെക്സ്റ്റൈൽ മില്ലുകൾ, സോപ്പ് ഫാക്ടറി, മാച്ച് ബോക്സ്, ഹാൻഡ്ലൂം ഫാക്ടറീസ്, നാഷണൽ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനികളൊക്കെ വരുന്നുണ്ട് അല്ലേ. അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ആചാര്യ PC റോയ്, അതുപോലെ സ്വദേശി സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, വി ചിദംബരം പിള്ളൈ, സ്റ്റീൽ ഫാക്ടറി, ജാംഷെഡ്ജി ടാറ്റ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ അവർ തുടങ്ങിയതാണ്. ഇനി ഈ ഒരു പ്രധാനപ്പെട്ട ഇതിന്റെ സ്വദേശി മൂവ്മെന്റിന്റെ റിസൾട്ട് എന്തായിരുന്നു, ഇതിന്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു ഫലം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നോക്കൂ മക്കളെ. സോ ദ കോമൺ പീപ്പിൾ, വിമൻ ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ ബിക്കം ദ പാർട്ടിസിപ്പേറ്റ് ഇൻ എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. മക്കളെ, ഈ ഒരു സ്വദേശി മൂവ്മെന്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ഇവരൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുന്നത്, ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുന്നത് ഈ സ്വദേശി മൂവ്മെന്റോട് കൂടിയാണ്. ഈ സ്വദേശി മൂവ്മെന്റോട് കൂടിയാണ് ഇവരൊക്കെ സജീവമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാഷണൽ മൂവ്മെന്റിലേക്ക് വരുന്നത്. അതിനു മുൻപ് ഇതൊന്നും ഈ പറഞ്ഞ സ്ത്രീകളോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊന്നും ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ ഈ പറയുന്ന സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി മാറുന്നത് സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇതാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ഇതാണ്. അപ്പോൾ മക്കളെ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഇത് സ്വദേശി മൂവ്മെന്റ്. സ്വദേശി മൂവ്മെന്റ് പഠിക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പോകാൻ പാടില്ല. റെഡി. ഇനി അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് എന്താണ് ചോദ്യം വരിക, എന്താ ചോദ്യം വരിക എന്നല്ലേ. നോക്കിയോളൂ, അടുത്തൊരു ചോദ്യം വരും മക്കളെ. മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും മക്കളെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മിതവാദികളും അതുപോലെ തന്നെ തീവ്ര ദേശീയവാദികളും കേട്ടോ, തീവ്ര ദേശീയവാദികൾ ഓർത്തു വെച്ചോളെ, തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുക. അങ്ങനെ ചോദിക്കും കേട്ടോ, ഓർത്തു വെച്ചോളെ. ഡിസ്കസ് ദ ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ moderates and the extremists. ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസസ് എന്താണെന്ന് ചോദിക്കും. മകളെ, സിമ്പിൾ ആണ്. നോക്കൂ, ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ, INCയുടെ 2 സെക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവർ പിരിയാണ്. അതിലൊരു ഭാഗത്താണ് മോഡറേറ്റ്സ്, മിതവാദികൾ, ഇപ്പുറത്തെ ഭാഗത്ത് എക്സ്ട്രീമിസ്റ്റ് ആണ്. മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിലെ എക്സാമ്പിൾ ആണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഇതൊക്കെ ഏർലി ലീഡേഴ്സ് ആണ്, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ ഇപ്പുറത്ത് എക്സ്ട്രീമിസ്റ്റുകളിലാണ് ലാൽ ബാൽ പാൽ. നമ്മൾ അറിയാം, നമ്മൾ പറയാ ലാൽ ബാൽ പാൽ എന്നാണ് പറയാ, നമ്മൾ പറയാം അല്ലേ. നോക്കൂ, ലാലാ ലജ്പത് റായ് ആണ്. ലാൽ മീൻസ്, ബാൽ സ്റ്റാൻഡ് മീൻസ് എന്താണ്, ഇതേപോലെ തന്നെ ബാലഗംഗാധർ തിലകാണ്. പാൽ മീൻസ് ബിപിൻ ചന്ദ്ര പാൽ. ഓക്കെ, അങ്ങനെയാണ് ലാൽ ബാൽ പാൽ എന്നുള്ളത് അല്ലേ. അപ്പൊ ഈ 3 ആൾക്കാരാണ് ഇതിലെ തീവ്ര ദേശീയവാദികളായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത്, അറിയപ്പെട്ടത്. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അവരുടെ ഒരു സമര രീതിയും കാര്യങ്ങളും നോക്കണം. മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, ഈ മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ എന്താ മോഡറേറ്റ്സ്. ഇവർ ഭയങ്കര സമാധാന പ്രിയരായിട്ടുള്ള ആൾക്കാരാണ് മോഡറേറ്റ്സ്. ബ്രിട്ടീഷുകാരോടൊക്കെ ഒരു യാചിക്കുന്ന മട്ടിലേക്കാണ് അവർ സ്വാതന്ത്ര്യ സമരത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അടിയാണെങ്കിൽ അടി, വെടിയാണെങ്കിൽ വെടി എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് അല്ലേ. അടിയാണെങ്കിൽ അടി കൊടുക്കണം, തിരിച്ചൊന്ന് തന്നാൽ 2 അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു ആർക്ക്, എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ എക്സ്ട്രീമിസ്റ്റ് ഒക്കെ തന്നെ ഈ മോഡറേറ്റ്സിനോട് വളരെ, ഈ മോഡറേറ്റ്സിന്റെ ഈ ഒരു സമരരീതിയോടൊക്കെ വളരെ എതിർപ്പുണ്ടായിരുന്നു. കാരണം മോഡറേറ്റ്സ് എപ്പോഴും അവർ ഒരു നിവേദനം കൊടുക്കുക, ബ്രിട്ടീഷുകാർ അത് ചെയ്തു തരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുക, ആ രീതിയിലേക്കായിരുന്നു. പക്ഷേ എക്സ്ട്രീമിസ്റ്റ് അങ്ങനെയല്ലായിരുന്നു. എക്സ്ട്രീമിസ്റ്റ് കുറച്ചും കൂടി അഗ്രസീവ് ആയിരുന്നു. അപ്പോൾ നോക്കിയോളൂ, മോഡറേറ്റ്സ് എങ്ങനെയാണ്, പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ് ഈ പറയുന്ന സമാധാനപരവും രക്തരഹിതവുമായിട്ടുള്ള സമരങ്ങളാണ് മോഡറേറ്റുകൾ, മിതവാദികൾ കണ്ടക്ട് ചെയ്തത്. എന്നാൽ അതേപോലെ തന്നെ അതിന്റെ എക്സാമ്പിളാണ് മീറ്റിംഗ്, സ്പീച്ചുകൾ, റെസൊല്യൂഷൻ, യോഗങ്ങൾ നടത്തുക, പ്രസംഗങ്ങൾ നടത്തുക, പ്രമേയങ്ങൾ അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് അവർ നടത്തിയത്. എന്നാൽ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രീമിസ്റ്റുകൾ എങ്ങനെയാണോ, എക്സ്ട്രീമിസ്റ്റുകൾ റവല്യൂഷണറി മെത്തേഡ്സ് ആക്ഷൻസ് ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്, ഈ പറഞ്ഞ റവല്യൂഷണറി മെത്തേഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. സ്വദേശി മൂവ്മെന്റ്, ബഹിഷ്കരണം, ഇതൊക്കെയാണ് അവർ നടത്തിയിരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ലാൽ ബാൽ പാൽ അല്ലെ, ഈ പറഞ്ഞ ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ മക്കളെ ഓർത്ത് വെച്ചോളൂ,
ഈ ഭാഗത്തുനിന്ന് നമ്മൾ എക്സ്ട്രീമിസ്റ്റുകളും മോഡേണിസ്റ്റുകളും ഈ പറഞ്ഞ മോഡറേറ്റ്സുകളും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. മിതവാദികളും തീവ്ര ദേശീയവാദികളെക്കുറിച്ചും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളിവിടെ പഠിച്ചു വെച്ചോളാം. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇനി അതല്ലാതെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസും സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അല്ലാത്തൊരു സീരിയസ് ആയിട്ടോ ലൈവിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇനി പറയും. സോ മക്കളോട് പറയാനുള്ളത് 8ാം ക്ലാസ് ആണ്. സോ മക്കളെ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഈ വർഷമാണ് നിങ്ങൾക്ക് NMMS എക്സാം ഒക്കെ നിങ്ങൾ എഴുതാൻ പോകുന്നത്. സോ നല്ല കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾക്ക് ഈ ആവശ്യമാണ്. സോ ഞാൻ പറയല്ലോ, സ്വന്തമായിട്ടൊക്കെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ബാച്ചാണ് സൈലത്തിന്റെ യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്. യോദ്ധ ബാച്ചിനകത്ത് ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മകളെ സൈലത്തിന്റെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി 3 പ്ലാനുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സോ അടിപൊളിയാക്കണം, ഉഷാറാക്കണം. സോ എല്ലാ ആൾക്കാരെയും വെൽക്കം ചെയ്യുകയാണ് യോദ്ധ ബാച്ചിലേക്ക്. സോ മകളെ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ആരും മറക്കണ്ട, ഈ വരുന്ന ജൂലൈ 26 നടക്കുന്ന എക്സ്മോസ്റ്റ് എക്സാം ആരും മറക്കണ്ട. നിർബന്ധമായിട്ട് എക്സ്മോസ്റ്റ് എക്സാമിനകത്ത് രജിസ്റ്റർ ചെയ്യണേ. എല്ലാ ആൾക്കാരും ഈ കാണുന്ന QR കോഡിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ താങ്ക് യു മക്കളെ, താങ്ക് യു. കാണാം. യെസ്, നിങ്ങൾക്ക് ഇത് ഓക്കെയാണ്, സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദേ മക്കളെ, ഇതിന്റെ ഒരു ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ താഴെ നിന്ന് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യും. ആരാണ് കമന്റ് ഫസ്റ്റ് ചെയ്യാൻ നോക്കുക? എല്ലാ ആൾക്കാരും, എത്ര ആൾക്കാർ ഇത് ശരിയാവുന്ന നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മക്കളൊന്ന് ജസ്റ്റ് ഇതിന്റെ കമന്റ് ചെയ്യും കേട്ടോ, ഇതിന്റെ കമന്റ് ചെയ്യേ. സോ താങ്ക് യു മക്കളെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ബാക്കി ലൈവിൽ കാണാം. ബൈ.